ഹലോ കൂട്ടുകാരെ, ഇപ്പോഴേയും കിടന്നെന്ന സീരിയലിൻ്റെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, കാവേരിയും വീട്ടുകാരും പുതിയ വീട്ടിലോട്ട് താമസം മാറുന്നു. അങ്ങനെ അവിടുത്തെ സാഹചര്യങ്ങളോടൊക്കെ ഇണങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് അടുത്ത പ്രശ്നമായിട്ട് ജയപാലൻ അവരുടെ വീട്ടിലോട്ട് അവതരിക്കുന്നത്. അങ്ങനെ ജയപാലനായിട്ട് അവരെല്ലാവരും പ്രശ്നം ഉണ്ടാവുകയും അവിടെ വലിയൊരു വഴക്ക് നടക്കുകയും ഈ വഴക്കിൻ്റെ ഇടയ്ക്ക് നരയൻ അവരെ രക്ഷിക്കാൻ വരുന്നതൊക്കെയാണ് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ്. ഇപ്പോഴാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഈ പുഴയും കാണുന്ന സീരിയൽ അതിൻ്റെ ട്രാക്കിലോട്ട് കയറിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കഥയിലോട്ട് കിടക്കാം. അങ്ങനെ പുതിയ വീട്ടിലോട്ട് താമസം മാറാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നു. താക്കോൽ അംബികാമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് വീട്ടിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പം വീടും പരിസരമൊക്കെ ശരിക്കും നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ കാവേരി പറയുകയും ചെയ്തു, അംബികാമ്മയെ നമ്മളന്ന് അമ്പലത്തിൽ നിന്ന് കണ്ട പോലെയല്ല, പിന്നെ കണ്ടപ്പോഴൊക്കെ ആകെ ഒരു ഭയമുള്ളതുപോലെ, ആരോ അവർ ഭയക്കുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ശാരദ വാതിൽ തുറക്കുകയാണ്. അങ്ങനെ ശാരദ വാതിൽ തുറന്ന പാടെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്താ സംഗതി എന്ന് വെച്ചാൽ, എന്തോ കണ്ട് ഭയന്ന പോലെയാണ് ശാരദ നിൽക്കുന്നത്. മറ്റൊന്നുമല്ല, ജയപാലൻ ഒരു വെട്ടുകത്തിയായിട്ട് ആ വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതാണ് ശാരദ കാണുന്നത്. അപ്പോൾ എങ്ങനെ ഈ അടച്ചിട്ട വീട്ടിൽ ജയപാലൻ കയറി എന്നൊക്കെയാണ് ശാരദ ആലോചിക്കുന്നത്. അങ്ങനെ പിള്ളേർ വന്നിട്ട് ചോദിക്കുക, എന്താ അമ്മ അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത്, നീ നോക്ക് മക്കളെ, ജയപാലൻ ഇതേ ഇരിക്കുന്നു എന്ന്. അപ്പോൾ കാവേരി യമുനയൊക്കെ നോക്കിയിട്ട് പറയും, ഈ അമ്മയ്ക്ക് എന്താ, അവിടെ ജയപാലനൊന്നുമില്ല, ഈ അടച്ചിട്ട വീടിൻ്റെ ഉള്ളിലാണ് ജയപാലൻ കയറുന്നത്. ഈ അമ്മ ഓരോന്ന് ആലോചിച്ച് പേടിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അവർ അമ്മേനെ കളിയാക്കിയിട്ട് വീടിൻ്റെ അകത്തോട്ട് കയറും. അങ്ങനെ വീടിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നല്ലൊരു ഇടനാഴികയും ഡൈനിങ് ഹാളൊക്കെ ഉള്ള ഒരു വീടാണ്. അത്യാവശ്യം മുറികളൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് എല്ലാവരും ഇങ്ങനെ നടന്ന് നോക്കുകയാണ്. അങ്ങനെ ഗംഗയും യമുനയും കാവേരിയൊക്കെ അങ്ങനെ നടന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ കാവേരി ഇങ്ങനെ മെല്ലെ നടന്ന് നോക്കിയപ്പോൾ ഉണ്ട് ഒരു റൂം അടച്ചിട്ടിരിക്കുന്നു. അടച്ചിട്ടതിന് പുറമെ ആ റൂം ഒരു പൂട്ട് കൊണ്ട് പൂട്ടിയിട്ടുണ്ട്. ആ പൂട്ടിൻ്റെ മേലെയാണെച്ചെങ്കിൽ ഒരു ചുവന്ന കളർ തുണി ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ പൂജയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പൂട്ടി വയ്ക്കാറില്ലേ, അതേപോലെ പൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാവേരിക്ക് ഒരു ആശ്ചര്യമാവും, ഇതെന്താ ഇങ്ങനെ ഈ ഒരു മുറി മാത്രം ഇങ്ങനെ പൂട്ടി വെച്ചത്, ഓണറാണെച്ചെങ്കിൽ ഒന്നും പറയും ചെയ്തില്ല ഇങ്ങനെ ഒരു മുറിയെക്കുറിച്ചിട്ട്. അങ്ങനെ കാവേരി ഒന്ന് അടുത്തോട്ട് വന്ന് കഴിഞ്ഞ് നന്നായി മുറുക്ക പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് വന്നിട്ട് കാവേരിയും എല്ലാ പൂട്ടൊന്നും ഇങ്ങനെ പിടിച്ച് പൊന്തിച്ച് നോക്കുകയാണ്, ഇത് എന്താണെന്ന് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴും പെട്ടെന്ന് കാവേരി എന്ന് പറഞ്ഞാൽ ആരോ വിളിക്കും. അപ്പോൾ കാവേരി ആകെ ഭയപ്പെടും, കാരണം ഇത് കാണുമ്പോൾ തന്നെ ഒരു നിഗൂഢതയാണ്. പിന്നെ പെട്ടെന്ന് അവളെ കാവേരി എന്ന് വിളിച്ചതോടുകൂടി അവൾ ആകെ ഭയപ്പെട്ടിട്ട് തിരിഞ്ഞു നോക്കും. അപ്പോൾ ഗംഗയേട്ടയാണ്. അപ്പോൾ കാവേരി പറയുന്നത്, ഈ നോക്ക് ഗംഗേച്ചി, ഇത് എന്താണെന്ന് നോക്ക് എന്ന് പറയും. അപ്പം ഗംഗ എന്നിട്ട് പോയിട്ട് ശാരദയോട് പറയും, അമ്മ ഇതേ അവിടെ അങ്ങനെ ഒരു റൂം അടച്ചു പൂട്ടിയിട്ടുണ്ട്, കാണുമ്പോൾ വല്ല പ്രേതബാധയുള്ള വീട് പോലെയുണ്ട്, ഇനി അങ്ങനെ വല്ല പ്രേതബാധയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ വീടിനുണ്ടാവുമോ എന്നിങ്ങനെ ഭയന്നിട്ടാണ് ഗംഗ വന്നിട്ട് പറയുന്നത്. അപ്പോൾ ശാരദ പറയും, പ്രേതമാണെന്ന് വെച്ചെങ്കിൽ കൊല്ലില്ലേ ചെയ്യുള്ളൂ, ഒരുമാതിരി കൊല്ലാക്കൊല ചെയ്യില്ലല്ലോ, അങ്ങനെ നമുക്ക് ആശ്വസിക്കാം. അപ്പോൾ അത് കേട്ടപ്പോൾ എല്ലാവർക്കും ചിരി വരും, കാരണം അവരിപ്പോൾ അനുഭവിച്ച പ്രശ്നങ്ങൾക്ക് മുന്നിൽ പ്രേതമൊന്നുമല്ല അല്ലേ. ജയപാലൻ ഒരുമാതിരി കൊല്ലാക്കൊലയായിരുന്നു അവരെയും കുടുംബത്തെയും ചെയ്തിരുന്നത്. അപ്പോൾ ജയപാലൻ്റെ അത്ര വലിയ പ്രേതമൊന്നും ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചിരിച്ച് സമാധാനിച്ച് നിൽക്കുകയാണ്. ഇപ്പം ഇതേ സമയം തന്നെ ജയപാലൻ നമ്മുടെ നരേനെ വിളിച്ചിട്ട് ഓൺ ചെയ്തിട്ടുണ്ട്. നരേൻ്റെ ഔട്ട് ഹൗസ് എങ്ങാനും വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ജയപാലൻ വന്ന് പ്രശ്നമുണ്ടാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അധികം വൈകിയില്ല, ജയപാലൻ നരേൻ്റെ വീട്ടിലോട്ട് എത്തുകയാണ്. അപ്പോൾ ഈ വീട്ടിലോട്ട് വന്നിട്ട് ജയപാലൻ പറയുകയാണ്, നിങ്ങൾ വാടകയ്ക്ക് കൊടുത്തുല്ലേ, ഞാൻ പറഞ്ഞതാണ് നരേനെ വിളിച്ചിട്ട് എന്നൊക്കെ മുത്തശ്ശേരിയും ഒക്കെ വാൺ ചെയ്യാണ്. അങ്ങനെ ജയപാലൻ പോയിട്ട് നമ്മുടെ കാവേരിക്ക് താമസിക്കുന്ന ഔട്ട് ഹൗസിൽ പോയിട്ട് അവരെ വിളിക്കുകയാണ്. എന്നിട്ട് പറയാം, നിങ്ങൾ ഇവിടുന്ന് മര്യാദയ്ക്ക് ഇറങ്ങിക്കോളണ്ട് എന്നൊക്കെ പറഞ്ഞ് ജയപാലൻ്റെ സ്ഥിരം പല്ലവിയും ഭീഷണിയും. അപ്പോൾ അത് കേട്ടപ്പോൾ വിനീതിന് ആകെ ദേഷ്യം വരും. അപ്പോൾ വിനീതും പറഞ്ഞു, താൻ എന്താണോ താൻ വിചാരിച്ചത് എന്ന് പറഞ്ഞ് വിനീത് തല്ലാൻ പോകും. അങ്ങനെ വിനീത് ജയപാലനും തമ്മിൽ അടിയാവും. അപ്പോൾ ജയപാലൻ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ആളാണല്ലോ വിനീതിനെ അപേക്ഷിച്ചിട്ട്. അപ്പോൾ ജയപാലൻ വിനീതിൻ്റെ കോളറിന് പിടിച്ചു ആക്കിയിട്ട് വിനീതിനെ തള്ളി ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അവർക്ക് എല്ലാവർക്കും നല്ല ഭയമാവും, കാരണം അത്യാവശ്യം നല്ല ശക്തിയിലാണ് ജയപാലൻ വിനീതിനെ ഉപദ്രവിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേനും എല്ലാവരും അയ്യോ എന്ന് പറഞ്ഞ് പേടിക്കും. നിലമോളാണെച്ചെങ്കിൽ നിലമോള അയ്യോ മുത്തശ്ശി രാധമ്മ എന്ന് പറഞ്ഞിട്ട് നിലയാണെച്ചെങ്കിൽ രാധമ്മയെ കെട്ടിപ്പിടിക്കുകയാണ്. കാണുമ്പോൾ തന്നെ ശരിക്കും ഒരു ഭയം ഉണ്ടാക്കുന്നതാണ്, കാരണം അവരൊരു പുതിയ വീട്ടിലോട്ട് പുതിയൊരു ജീവിതം എന്ന് വിചാരിച്ച് വന്ന് കയറിയിരിക്കുകയാണല്ലോ. അപ്പോഴാണ് ഈ വക പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ കാവേരിക്ക് പിന്നെ കാവേരീനെ പിടിച്ചാൽ കിട്ടില്ലല്ലോ, കാരണം കാവേരിക്ക് അത് കണ്ടപ്പോൾ കാവേരിയുടെ രക്തം ആകെ തിളയ്ക്കാൻ തുടങ്ങും. അങ്ങനെ കാവേരി അങ്ങോട്ട് സകല ശക്തി എടുത്തിട്ട്
ജയപാലനെ അങ്ങോട്ട് തള്ളി പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജയപാലൻ പോയിട്ട് ഗേറ്റിൻ്റെ അവിടേക്ക് പോയിട്ട് അങ്ങോട്ട് നിൽക്കണം, അതായത് നല്ല ശക്തിയിൽ വിടാൻ പോയിട്ട്. അപ്പോഴേക്കും ഗംഗയും യമുനയും കാവേരിക്ക് പിന്നിൽ വന്നിട്ട് അവരുടെ അംഗബലം കാണിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് ഗംഗ, യമുന, കാവേരി ഈ മൂന്നാളും വളരെ ശക്തിയിൽ ജയപാലനെ അടിച്ചൊതുക്കാൻ വേണ്ടി തയ്യാറായിട്ട് തന്നെ നിൽക്കുകയാണ്. കാരണം അവർക്ക് ഇനി ജീവിതത്തിൽ ഒന്നുമില്ല. കാരണം ഇത്രയും കാലം അവരിങ്ങനെ കൊല്ലാക്കൊല ചെയ്യായിരുന്നു ജയപാലൻ അവരെ. അപ്പോൾ ഇനിയും അത് തുടരാൻ വേണ്ടിയിട്ടാണ് അയാൾ വന്നതെന്ന് വെച്ചെങ്കിൽ പിന്നെ ഇനി ഇവർക്ക് മേലേക്കും കീഴേക്കും നോക്കാനില്ലല്ലോ. അപ്പോൾ ആ ഒരു ഭ്രാന്തിൽ അവരെ അടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ജയപാലൻ ആകെ ഒന്ന് ഒതുങ്ങി. പിന്നെ ജയപാലൻ വന്നിട്ട് ഈ നമ്മുടെ നരേൻ്റെ മുത്തശ്ശനും മുത്തശ്ശീനെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം നമ്മുടെ ഗായത്രിയുടെ ഭർത്താവും അതുപോലെ വീട്ടിലെ ജോലിക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ ജയപാലൻ വന്നിട്ട് ഭയങ്കര പ്രസംഗവും മീൻസ് അധിക പ്രസംഗം പോലെ സംസാരിക്കുകയും അതുപോലെ തന്നെ ഇവരൊക്കെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. എന്നിട്ട് പറയും, നിങ്ങളെങ്ങാനും ഈ വീട്ടുകാർക്ക് എങ്ങാനും ഈ വീട് നിങ്ങൾ കൊടുക്കരുതെന്ന് നിങ്ങളുടെ പേരക്കുട്ടിയോട് ഞാൻ പറഞ്ഞതല്ലേ, എങ്ങാനും ഈ വീട്ടിൽ അവരെങ്ങാനും താമസിക്കുകയാണ് വെച്ചെങ്കിൽ നിങ്ങളെല്ലാം അടിച്ചൊതുക്കി ഞാനൊരു പരിവാക്കുമെന്നൊക്കെ പറഞ്ഞിട്ടും ഭയങ്കര ഭീഷണിയാണ് ജയപാലൻ. അപ്പോഴാണ് നമ്മുടെ നായകൻ്റെ എൻട്രി. മറ്റാരുമല്ല, നമ്മുടെ നരേൻ. ഇതൊക്കെ അപ്പോൾ നരേന് മനസ്സിലായി ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട്. അങ്ങനെ നരേൻ ഇറങ്ങി വരികയാണ് മുകളിൽ നിന്ന്. അപ്പം നരേൻ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ താഴത്ത് ഗായത്രിയുടെ ഭർത്താവൊക്കെ ഉണ്ട്. ഗായത്രിയുടെ ഭർത്താവൊക്കെ പറയുന്നുണ്ട്, ജയപാലൻ നീ പ്രശ്നം ഉണ്ടാക്കരുത്, നരേനുണ്ട് ഇവിടെ, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് എന്നൊക്കെ. പക്ഷെ ജയപാലൻ അടങ്ങുന്നില്ല, ഒതുങ്ങുന്നില്ല. അങ്ങനെ നരേൻ മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഇറങ്ങി വരുന്നത് കാണുമ്പോൾ നരേൻ ഇറങ്ങി വരുമ്പോഴാണ് ജയപാലൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ കാണുന്നത്. അപ്പം നമ്മുടെ കാവേരിയും കുടുംബമൊന്നും നരേനെ കാണുന്നില്ല. അങ്ങനെ നരേൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട്, നീ എന്ത് കാണിക്കുകടാ, നീ എന്താ കാണിക്കുക, ഒന്ന് കാണിച്ചേ എന്ന് പറഞ്ഞിട്ട് ജയപാലൻ്റെ നെഞ്ചത്തോട്ട് ഒരൊറ്റ ചവിട്ടണ്ട് കൊടുക്കും. ആ ചവിട്ടിൻ്റെ ഓക്കിൽ നമ്മുടെ ജയപാലൻ പോയിട്ട് അടിതെറ്റി വീഴുകയാണ്. അതായത് അത്രയും നല്ലൊരു ശക്തിയിലാണ് കൊടുക്കുന്നത്. അത് കണ്ടപ്പോഴാണ് നമ്മുടെ കാവേരി നരേനെ ആദ്യമായിട്ട് കാണുന്നത്. കാരണം കാവേരി ഇതിനു മുൻപ് നരേൻ്റെ വഴിപാട്, അതായത് അമ്പലത്തിൽ വെച്ചിട്ട് നരേൻ്റെ പേരിലൊരു വിവാഹത്തിന് വേണ്ടിയിട്ടുള്ളൊരു പൂജ ചെയ്തിരുന്നു. 108ാമത്തെ ദിവസം അതിൻ്റെ പൂജയുടെ പ്രസാദം വാങ്ങിയത് കാവേരിയായിരുന്നു. അപ്പോൾ നരേൻ്റെ പേരും നക്ഷത്രമൊക്കെ പറഞ്ഞിട്ട് വാങ്ങിയതാണ് കാവേരി. അപ്പോൾ ഇപ്പോഴാണ് നരേനെ അവൾ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ കാവേരിക്ക് ഒരു സ്പാർക്ക് പോലെ വരികയാണ് അവളുടെ മനസ്സിൽ, ഇതാണല്ലേ ആ ആൾ എന്നുള്ള രീതിയിൽ. അങ്ങനെ ജയപാലൻ വീണോടത്ത് കിടന്നിട്ട് ജയപാലൻ എണീക്കാനൊന്നും പറ്റുന്നില്ല. കാരണം അത്ര നല്ല അടിയാണ് നരേൻ്റെ കിട്ടിയത്. നരേൻ്റെ അടിയാണല്ലോ, ഒന്നൊന്നര അടിയാണ്. അങ്ങനെ എന്നിട്ട് നരേൻ ജയപാലനെ വാൺ ചെയ്യാണ്, നീ എന്ത് വിചാരിച്ചടാ, നീ ഇവരെ സംരക്ഷിക്കാനൊന്നും ആരും ഇല്ലെന്ന് നീ വിചാരിച്ചോ എന്നൊക്കെ പറഞ്ഞ് നരേൻ്റെ നല്ല ഡയലോഗൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് അടുത്ത ആഴ്ചയിൽ വരുന്നത്. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നരേനും കാവേരിയും വിവാഹം കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വിവാഹം കഴിച്ചിട്ടും അവരുടെ ജീവിതമൊക്കെയാണ് ഇനി അടുത്തായിട്ട് വരാൻ പോകുന്നത്.